ഇതുപോലെയുള്ള 2 ചെടികൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അതിൽ രണ്ടിലും ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ പൂക്കളൊക്കെ മാറി ഇതിലിങ്ങനെ ബീൻസ് പോലെയുള്ള ഒരു തരം കായ ഉണ്ടാവും. അപ്പോൾ ഈ കായ ഉണ്ടായതിന് ശേഷം വീണ്ടും പൂവുണ്ടായിട്ടുള്ളതാണ് ഈ ഒരു ചെടിയിൽ. പക്ഷേ മറ്റേ ചെടിയിലാണെന്നുണ്ടെങ്കിൽ ആ കായ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെടിയിൽ എങ്ങനെയാണ് കായൊക്കെ പോയി വീണ്ടും രണ്ടാം പ്രാവശ്യവും പൂ വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തു കൊടുത്തതെന്ന് വെച്ചാൽ ഇതേപോലെ കായ്കൾ ഉണ്ടായി നിൽക്കുന്ന മറ്റേ ചെടിയാണിത്. അതായത് പൂവൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് കായ്കളായി മാറിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കായ്കളായി വരുന്ന സമയത്ത് തന്നെ ഇതിലുള്ള എല്ലാ ഈ കൊലകളും ഒടിച്ചൊടിച്ച് കളയാം. അപ്പോൾ ഇതിങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഒന്നോ രണ്ടോ തളിരുകൾ ഇങ്ങനെ വരും. അപ്പോൾ നിറയെ തളിരുകൾ ഉണ്ടായിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഈ തളിരിലൊക്കെ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒടിച്ചു കൊടുക്കാതിരുന്ന ചെടിയിൽ കായ്കൾ അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്തു. കായ്കൾ ഒടിച്ച് കളഞ്ഞ ചെടിയിൽ നല്ല പോലെ വീണ്ടും പൂക്കളുണ്ടാവുകയും ചെയ്തു.